ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്കാണ്, ബ്രെഡ് റോള്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയില, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു അരമുറി ക്യാപ്സിക്കം, അതുപോലെ തന്നെ ചെറിയൊരു തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല കൂട്ടുണ്ടാക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് 2 വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണിത്, ബ്രെഡ് റോള്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഇതിലേക്ക് ചിക്കൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. അതൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. എല്ലാവരും ഓരോ ഇഫ്താറിനും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണത് ബ്രെഡ് റോള്. അപ്പോൾ നമ്മൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് റോളാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളിയും ക്യാപ്സിക്കും കൂടെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇതിൽ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവണത്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ എപ്പോഴും കഴിക്കണ ഒരു നാടൻ രുചികളിൽ നിന്നിട്ടൊക്കെ ഒരു വേറിട്ട ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ ഇഫ്താർ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. നല്ല അടിപൊളി റെസിപ്പീസൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിൽ കുരുമുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടിയും അതുപോലെ പച്ചമുളകും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇളക്കിയെടുക്കാം. ഇതിന് കൂടുതൽ പൊടികളൊന്നും ഇതിന് ആവശ്യമില്ല, ഇത്രയും പൊടികൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം, നമ്മുടെ കോഴിമുട്ട. അത് നമുക്കിതിൽ ഒരെണ്ണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ കൂട്ടിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് ആറാൻ വേണ്ടി വയ്ക്കാം. ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട സാധനമാണ് നമ്മുടെ മയോണൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ 4 വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, 1 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. മഞ്ഞ എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ മഞ്ഞ ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മയോണൈസ് നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മയോണൈസ് നല്ല അടിപൊളിയായി നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രെഡിൻ്റെ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള നമ്മുടെ ഈ മൊരിഞ്ഞ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് 4 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി കുഴലും ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. ഒരുപാട് പരത്തി ഇതൊന്നും പൊട്ടിച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ് ഇതിൽ നന്നായിട്ട് എല്ലാ സൈഡും നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഒരുപാട് തേക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തേച്ചാൽ നമുക്ക് മടക്കി എടുക്കാൻ റോളാക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് തേച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച കൂട്ട് നമുക്കിത് നീളത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. കുറച്ച് മസാല മാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. മസാല ഇതുപോലെ നമുക്ക് നീളത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് റോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ. അതുപോലെ ഒരുപാട് കൂട്ട് വെച്ചാൽ നമുക്കിതുപോലെ റോളാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡും നമുക്ക് അത് പുറത്തുനിന്ന് കാണാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഈ അമർത്തി കൊടുക്കണം. കൈൻ്റെ ഉള്ളം കൈയിൽ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് ഒരു നല്ല ഷേപ്പാക്കി എടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രെഡ് റോൾ പോലെ തന്നെ വേറെയുള്ള ബ്രെഡും കൂടെ നമുക്ക് റോൾ ചെയ്ത് നല്ല ഷേപ്പാക്കി എടുക്കാം. ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കണ പോലെ തന്നെയാണ് ഇതും റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. എല്ലാ സൈഡും ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് റോളിൻ്റെ നമുക്ക് 4 സൈഡും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓരോ ബ്രെഡ് റോളായിട്ട് വെച്ച് കൊടുക്കാം. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. 4 ഭാഗവും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡിലേക്ക് നമുക്ക് മറിച്ച് കൊടുക്കാം. ബ്രെഡ് റോളിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എല്ലാ സൈഡും ആക്കി കൊടുക്കാം. രണ്ട് സൈഡ് നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മറിച്ച് കൊടുക്കാം. 4 സൈഡ് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ ഭാഗങ്ങളും നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. കാണാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത സെറ്റും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെയും 4 ഭാഗങ്ങൾ നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു മൈദദോശ ഉണ്ടാക്കാം. അതിനുവേണ്ടി മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശമാവിൻ്റെ രൂപത്തിൽ നല്ല കറക്റ്റാക്കി എടുക്കാം. നന്നായി മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് വെച്ച് ദോശ ചുട്ടെടുക്കാം. ഇനി ഒരു മാംഗോ ഡ്രിങ്കും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പച്ച പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ജ്യൂസായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ഇഫ്താർ ഡ്രിങ്കും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തണ്ണിമത്തൻ അരിഞ്ഞതെടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയില, ഹാഫ് ലെമൺ ജ്യൂസ്, ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
തണുത്ത വെള്ളം കൂടി ഇതോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ജ്യൂസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ ബ്രെഡ് റോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബ്രെഡ് റോൾ ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളിതാ ബാങ്കൊക്കെ കൊടുക്കാൻ ടൈമായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നോമ്പൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് റോൾ ഒന്ന് കഴിച്ചിട്ട് അതിനകത്തുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ആയിരിക്കും നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും. മയോണൈസും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇനി മഗ്‌രിബ് നിസ്കരിക്കാൻ പോകണം. മഗ്‌രിബ് നിസ്കാരമൊക്കെ ഇനി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.